മലബാർ ഐറ്റമായ ഉന്നക്കായിനെ പറ്റിയിട്ട് അറിയാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും. നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു കിടിലൻ ഐറ്റമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിട്ടുള്ളത്. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ടു അപ്സൈഡൗൺ ട്രീറ്റ്സ്. സ്നേഹം നിറഞ്ഞ രുചിക്കൂട്ടുമായി ഞാൻ നിങ്ങളുടെ കൂട്ടുകാരി അക്കി റഫീഖ്. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പം തന്നെ കിട്ടും. എന്നാൽ പിന്നെ നമ്മൾ പഴം അടുക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാന് നല്ലോണം ചൂടാക്കുക. എന്നിട്ട് അതിൽ 2 ടീസ്പൂൺ ഗീ ഒഴിച്ചിട്ട് കാഷ്യൂ നട്ട് ആദ്യം നമുക്ക് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ടാണ് എടുത്തത്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കിസ്മിസും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് രണ്ടും റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഇത് വേഗം കരിഞ്ഞു പോകും. ഇത് രണ്ടും നല്ലോണം റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തേങ്ങേൻ്റെ പകുതി ചെരുവിയത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ പഞ്ചസാര ഇടുക. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് പഞ്ചസാരേൻ്റെ ക്വാണ്ടിറ്റി കൂട്ടും കുറക്കും ചെയ്യും. എന്നിട്ട് ഇത് നമുക്ക് ഒരു ഗോൾഡൻ കളർ ആക്കിയെടുക്കണം. ഇത് വേഗം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ബ്രൗൺ കളർ ആക്കിയെടുക്കാം. നമ്മളെ ഈ തേങ്ങേൻ്റെ മിക്സ്ചർ ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത സ്റ്റേജ് എന്താ നോക്കാം. ഇനി ഒരു ബൗളിൽ 2 മുട്ടയും 1 ടേബിൾ സ്പൂൺ മൈദയും പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ടിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് ഒരു തിൻ കൺസിസ്റ്റൻസി ആക്കി എടുക്കുക. ഇത് ഞാൻ ഈ കാണിക്കുന്നത് പോലെ നല്ലോണം ബീറ്റ് ചെയ്തിട്ട് നല്ല ലൂസാക്കി എടുക്കണം. നമ്മൾ ഈ അടുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു കുഴിയുള്ള പാത്രമാണ് നമുക്കിവിടെ വേണ്ടത്. അതിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് ഗ്രീസ് ചെയ്യാം. എന്നിട്ട് ഞാനിവിടെ 4 പഴം എടുത്തിട്ട് നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഈ പാത്രത്തിൽ ഇനി നമുക്ക് നമ്മുടെ പഴം ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെക്കാം. സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഗ്യാപ്പ് വരാണ്ടിരിക്കാൻ. ഓരോരോ പഴത്തിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാണ്ട് നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ ലാസ്റ്റ് നമ്മൾ ഈ പാൻ എടുക്കുമ്പോൾ എല്ലാം ഒന്ന് മുറിഞ്ഞു പോകും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടുപ്പിച്ച് വെക്കുന്നത്. ഞാനിവിടെ ഒരു പഴത്തിൻ്റെ ചെറിയ പീസാക്കി ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്, ആ ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മുട്ടേൻ്റെ മിക്സ്ചർ ഇതിലൊഴിച്ച് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ഗ്യാപ്പിലും നല്ലോണം ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ഈ വെച്ചുകൊടുത്ത പഴങ്ങൾ ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ടേൻ്റെ മിക്സ്ചർ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധിച്ച് എല്ലാ ഗ്യാപ്പും ഫില്ലാകുന്ന രീതിയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടേൻ്റെ മിക്സ്ചർ നല്ലോണം ഫില്ലായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ കോക്കനട്ടിൻ്റെ ഫില്ലിങ് പകുതി ഇതിലിട്ട് കൊടുക്കുക. തേങ്ങേൻ്റെ മിക്സ്ചർ ഇവിടെ നല്ലോണം ഫില്ലായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആദ്യം പഴം നല്ലോണം വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ പിന്നെയും നേരത്തെ എഗ്ഗിൻ്റെ മിക്സ്ചർ ഇടുക. മിക്സ്ചർ ഉപയോഗിച്ചിട്ട് നമ്മളുടെ പഴത്തിൻ്റെ ഗ്യാപ്പൊക്കെ നല്ലോണം ഫില്ല് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേലെ ബാക്കിയുള്ള കോക്കനട്ടിൻ്റെ മിക്സ്ചർ ഇടുക. ഇനിയിപ്പം ഫൈനൽ ലെയർ ആക്കാൻ വേണ്ടിയിട്ട് പഴത്തിൻ്റെ ലെയർ ആദ്യം വെക്കുക. എന്നിട്ട് പിന്നെ ബാക്കിയുള്ള ആ എഗ് മിക്സ്ചർ ഫുൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് നല്ലോണം സെറ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യണേ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ റെസിപ്പി ഇവിടെ അപ്ലോഡ് ചെയ്യും. ഇനി ഇത് നമുക്ക് ഗ്യാസുമ്മൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് മതിയാവും. അപ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലോണം ഒന്ന് കുക്കായി വരും. ഇതിപ്പോൾ 10 മിനിറ്റ് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്ക് തുറന്നിട്ട് ഒരു ഫ്രൈങ് പാനിൽ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി അപ്പുറത്തെ സൈഡും കൂടി നമുക്കൊരു 5 മിനിറ്റ് മതിയാവും കുക്കായി കിട്ടാൻ. നമ്മളെ പഴമടുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആൻഡ് സ്പഞ്ചി ആയ ഒരു സ്നാക്കാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാം. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ, ദിസ് ഇസ് അക്കി റഫീഖ് സൈനിങ് ഓഫ് ഫ്രം അപ്സൈഡ് ഡൗൺ ട്രീറ്റ്സ്. ഗുഡ് ബൈ.